അപ്പം ചന്ദ്രയാൻ 2 പറ്റി ചോദ്യം വന്നു, അത് കാരണമാണ് ഞാൻ 3 പറ്റി പറഞ്ഞിട്ടും 2 പറ്റി ഞാനൊന്ന് മെൻഷൻ ചെയ്തത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ 3 കമ്പണൻസ്. ചന്ദ്രയാൻ 2 കമ്പണന്റ് എന്ന് പറയുമ്പോൾ S-200 സോളിഡ് റോക്കറ്റ് ബൂസ്റ്റർ. ഹലോ ഓൾ, എല്ലാവർക്കും സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ഐ ആം ആഷ്നി. നമ്മൾ ഇന്ന് കുറച്ച് ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ 2021 മുതൽ 24 വരെയുള്ള ചോദ്യ പേപ്പറുകളിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും, ചോദ്യങ്ങളെക്കാട്ടിലുപരി ആ ചോദ്യങ്ങൾ കൊടുക്കുന്നില്ല, അതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ചൂസ് ദ സൂപ്പർ കമ്പ്യൂട്ടർ ഡെവലപ്ഡ് ബൈ ഇന്ത്യൻ സയൻറ്റിസ്റ്റ്. ഓപ്ഷൻ എ പരം, സമ്മിറ്റ്, മിറ, സീറോൺ. ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. PARAM, പരം എന്ന് പറയുന്നതാണ് സൂപ്പർ കമ്പ്യൂട്ടർ ഡെവലപ്ഡ് ബൈ ഇന്ത്യൻ സയൻറ്റിസ്റ്റ്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. പരം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം സെറ്റപ്പ് അറ്റ് CDAC, ബാംഗ്ലൂർ, അണ്ടർ ദ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരികളാണ്. എന്താണ്? പരം ഈസ് എ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം സെറ്റപ്പ് അറ്റ് CDAC, ബാംഗ്ലൂർ, അണ്ടർ ദ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അടുത്തത്, ദിസ് സിസ്റ്റം ഓഫേഴ്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓവർ മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് ആൻഡ് ഡീപ്പ് ലേണിംഗ് അത് മാത്രമല്ല, അതർ ദാൻ ദാറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇതിനകത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. കമ്പ്യൂട്ട് ആൻഡ് സ്റ്റോറേജ് ആസ് എ ക്ലൗഡ് സർവീസ്, ക്ലൗഡ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ലീഡ് ടു റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം ടു മാർക്കറ്റ് ഓഫ് MSME ആൻഡ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ. ഓക്കെ, ദർ ബൈ ഇൻക്രീസിങ് ദ ഇന്നോവേഷൻ പൊട്ടൻഷ്യൽ. സോ ഈ രണ്ട് സ്ലൈഡാണ് പരം എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടറിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലാക്കുക. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് ആസ്ട്രോസ്റ്റാറ്റിനെ പറ്റിയിട്ടാണ്. ആസ്ട്രോസ്റ്റാറ്റിനെ പറ്റി ചോദ്യങ്ങൾ കുറേ വന്നിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആസ്ട്രോസ്റ്റാറ്റ് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ഇന്ത്യാസ് ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് മൾട്ടി വേവ് ലെങ്ത് സ്പേസ് ഒബ്സർവേറ്ററി. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ വരികളും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പ്രാധാന്യമോടുകൂടി തന്നെ നിങ്ങളത് മനസ്സിലാക്കണം. കാരണം ഇത് ഒരു ക്വസ്റ്റ്യനകത്ത് മാത്രം കണ്ടിട്ടുള്ളതല്ല, റിപ്പീറ്റഡ് ആയിട്ട് വന്നത് കണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയ കുറച്ച് ഹോട്ട് ടോപ്പിക്സ് ആണ് കേട്ടോ. അപ്പം ഇത് അത്രയും പ്രാധാന്യത്തോടു കൂടി പഠിക്കണം. ഇറ്റ് ഈസ് ഇന്ത്യാസ് ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് മൾട്ടി വേവ് ലെങ്ത് സ്പേസ് ഒബ്സർവേറ്ററി. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് ഇന്ത്യൻ ആസ്ട്രോണമി മിഷൻ എയിംഡ് അറ്റ് സ്റ്റഡിയിങ് സെലസ്റ്റിയൽ സോഴ്സസ് ഇൻ എക്സ്റേ, ഒപ്റ്റിക്കൽ ആൻഡ് UV സ്പെക്ട്രൽ ബാൻഡ് സൈമൾട്ടേനിയസ്ലി. അതൊരു ഇന്ത്യൻ ആസ്ട്രോണമി മിഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അറ്റ് സ്റ്റഡിയിങ് സെലസ്റ്റിയൽ സോഴ്സസ് ഇൻ എക്സ്റേ, ഒപ്റ്റിക്കൽ ആൻഡ് UV സ്പെക്ട്രൽ ബാൻഡ് സൈമൾട്ടേനിയസ്ലി. ഓക്കെ, ആസ്ട്രോസ്റ്റാറ്റ് എന്ന് പറയുന്നതിൻ്റെ മാസ് 1515 കിലോഗ്രാം ആണ്. അത് വാസ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യൻ ലോഞ്ച് വെഹിക്കിൾ PSLV-യിലാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഫ്രം സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. എന്നാണ് ലോഞ്ച് ചെയ്തത്? 2015 സെപ്റ്റംബർ 28-നാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഇൻറ്റു എ 650 കിലോമീറ്റർ ഓർബിറ്റ് ഇൻക്ലൈൻഡ് അറ്റ് ആംഗിൾ ഓഫ് 6 ഡിഗ്രി ടു ദ ഇക്വേറ്റർ. ഓരോ വരിയും ശ്രദ്ധയോടുകൂടി പഠിക്കണം. അത് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രസ്താവന രീതിയിലൊക്കെ ചോദ്യങ്ങൾ പല രീതിയിൽ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. MCQ ലെവൽ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ പ്രസ്താവന രീതിയിൽ അനലിറ്റിക്കൽ വേയിലായിക്കോട്ടെ ചോദ്യം വരുമ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നൗ the spacecraft control center at mission operation complex of ISRO telemetry tracking and command അല്ലെങ്കിൽ ISTRAC ബംഗളൂരു manages a satellite during its entire mission life. അപ്പം ഇതാണ് മാനേജ് ചെയ്യുന്നത്, ISROയുടെ ഏത് ശാഖയാണ് ഇതിനെ മാനേജ് ചെയ്യുന്നതെന്നുള്ളതും പറയുന്നുണ്ട്. ഏതാണ്? The mission operation complex of ISRO telemetry, mission operation complex of ISRO telemetry tracking and command network, ISTRAC Bangalore manages this. Okay, this entire mission life. The minimum useful life of astrostat mission എന്ന് പറയുന്നത് 5 വർഷമാണ് എന്നാണ് കണക്ക്. Okay, the minimum useful life of astrostat is around 5 years. ഇനി ഇതിൻ്റെ കുറച്ച് ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ സയൻറ്റിഫിക് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. Now let us see what is it. To understand high energy process in binary star system containing neutron star and black hole. അതായത് ന്യൂറോൺ സ്റ്റാറിനെ പറ്റിയും ബ്ലാക്ക് ഹോളിനെ പറ്റിയിട്ടും ഉള്ള പഠനങ്ങൾക്കൊക്കെ ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നൗ
എസ്റ്റിമേറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ന്യൂറോൺ സ്റ്റാറിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ എസ്റ്റിമേറ്റ് ചെയ്യാനും, അതല്ലെങ്കിൽ ഒരു സ്റ്റാറിന്റെ ജനനം മുതൽ അത് കംപ്ലീറ്റ് അതിന്റെ ലൈഫ് സൈക്കിൾ പഠിക്കാനായിട്ടും, അതുപോലെ തന്നെ എക്സ്റേ സോഴ്സസ്, കയ്യിലുള്ള എക്സ്റേ സോഴ്സസിനെ പറ്റി പഠനം നടത്തുവാനും എല്ലാമാണ് ആസ്ട്രോസ്റ്റാറ്റ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതൊക്കെയാണ് അതിന്റെ സയന്റിഫിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തെല്ലാമാണ് പറഞ്ഞത്? To understand high energy processes in the binary star system containing neutron star and black hole, estimate magnetic field of neutron star, അതുപോലെ study star birth regions and high energy processes in star system lying beyond our galaxy, detect new briefly bright X-ray sources in the sky. ഇത്രയും 4 കാര്യങ്ങളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. എക്സ്റേ സോഴ്സ് സ്കൈയിൽ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ, സ്റ്റാറിന്റെ ബെർത്ത് തൊട്ടിട്ട് അതിന്റെ കംപ്ലീറ്റ് ലൈഫ് സൈക്കിളിനെ പറ്റി മനസ്സിലാക്കാൻ, മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ന്യൂറോൺ സ്റ്റാറിനെ പറ്റി മനസ്സിലാക്കാൻ, അതോടൊപ്പം തന്നെ ഹൈ എനർജി ഓഫ് ദ ന്യൂറോൺ സ്റ്റാർ ആൻഡ് ബ്ലാക്ക് ഹോളിനെ പറ്റി മനസ്സിലാക്കാൻ. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളെങ്കിലും മിനിമം ആസ്ട്രോസ്റ്റാറ്റിനെ പറ്റി മനസ്സിലാക്കിയിട്ട് പോവുക. ഇനി മൂന്നാമത്തെ ടോപ്പിക്കാണ് നോൺ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്. ഒട്ടുമിക്ക ചോദ്യ പേപ്പറുകളിലും കണ്ടുവരുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗമായ എന്ന മറ്റുള്ള ജോഗ്രഫിയുടെയും കൂടെ ഭാഗമായ ഒരു ചോദ്യമാണ് റിന്യൂവബിൾ എനർജിയും നോൺ റിന്യൂവബിൾ എനർജിയുടെയും ഉദാഹരണം എന്ന് പറയുന്നത്. ഭയങ്കര ലാഘവത്തോടെ കാണുന്ന ഒരു കാര്യമാണെങ്കിലും ചോദ്യം വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവമാണ്. അപ്പം നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുമ്പോൾ എന്തെല്ലാമാണ്? കോല്, നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം ഓയിൽ ആൻഡ് അതർ, ഇതെല്ലാമാണ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയർ എനർജിയും ഒരു നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. കാരണം യുറേനിയം എന്ന് പറയുന്നത് ലിമിറ്റഡ് സപ്ലൈയിലേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ കാരണം എർത്ത് ക്രസ്റ്റിൽ യുറേനിയം കുറച്ചേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ്. അപ്പോൾ എന്തെല്ലാമാണ്? കോല്, നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം ഓയിൽ ആൻഡ് അതർ ആർ ദ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസിഡർ ന്യൂക്ലിയർ എനർജി സോഴ്സോ കൺസിഡേർഡ് ആസ് നോൺ റിന്യൂവബിൾ. കാരണം യുറേനിയം എന്ന് പറയുന്നത് ലിമിറ്റഡ് സപ്ലൈ ഉള്ളൂ ഇൻ ദ എർത്ത് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ടു ആസ് വെൽ. നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. അപ്പോൾ റിന്യൂവബിൾ എന്ന് പറയുമ്പോൾ എന്താ? പുതുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അല്ലേ, അതായത് വീണ്ടും വീണ്ടും അത് നമ്മൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ സൂര്യതാപം എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ് അല്ലേ. സോ ദാറ്റ് ഈസ് കൺസിഡേഴ്സ് റിന്യൂവബിൾ എനർജി സോഴ്സസ്. വിൻഡ് എനർജി അതൊരു റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. പക്ഷെ കോല്, നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം ഒക്കെ എന്ന് പറഞ്ഞാൽ തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അത് പുനർ സൃഷ്ടിക്കാനായിട്ട് കോടാനുകോടി വർഷങ്ങൾ എടുക്കുന്നത് കൊണ്ട് അതിനെ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നു. ദ റിസോഴ്സസ് വിച്ച് കനോട്ട് ബി ഇമ്മീഡിയറ്റ്ലി റീപ്ലേസ്ഡ് വൺസ് ദേ ആർ ഡിപ്ലീറ്റഡ് ആർ കോൾഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ഓക്കെ, ഫോസിൽ ഫ്യൂവൽ സച്ച് as coal, petroleum, natural gas are rare mineral typically found in meteoroids. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഫോസിൽ ഫ്യൂവൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജീവികളുടെ സ്കെൽറ്റൺ ആണ്. നമുക്ക് സ്കെൽറ്റൺ അത് പഴകി ദ്രവിച്ച് അതിൻ്റെ രീതിയിലായിട്ട് പലതരത്തിലുള്ള റിന്യൂവബിൾ എനർജി റിസോഴ്സസ് ആയിട്ട് നമുക്ക് ലഭിക്കും അല്ലേ. സച്ച് as കോൾ, കൽക്കരി, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് പോലെയുള്ള വിഭവങ്ങളായിട്ട് നമുക്ക് ലഭിക്കും. അപ്പം ക്ലാസിഫിക്കേഷൻ ഭയങ്കര പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. പിന്നെ നമ്മൾ അടുത്തതിലേക്ക് കടക്കുവാണ്. നാലാമത്തെ പോയിന്റ് ISROയെ പറ്റിയിട്ട് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം കണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ISRO നമ്മൾ എപ്പോഴും അതിൻ്റെ കുറേ സാറ്റലൈറ്റും അതിൻ്റെ കുറേ റിലീസും കാര്യങ്ങളും എല്ലാം പഠിച്ചിട്ട് നമ്മൾ പോകും. പക്ഷേ ബേസിക് ആയിട്ട് ചോദിക്കുന്ന ISRO എന്നാണ് രൂപീകരിച്ചതെന്നാണ്. അതറിയാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ PSLV, GSAT-1, GSAT-2, GSAT-3, ചന്ദ്രയാൻ അങ്ങനെയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ട് പോകും. ISRO വിക്ഷേപിച്ചിട്ടുള്ള ആദ്യം തൊട്ട് അവസാനം വരെയുള്ള സാറ്റലൈറ്റുകളുടെ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ട് പോകും. പക്ഷേ ISRO എന്നാണ് രൂപീകരിച്ചതെന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ. ISROയുടെ ഫുൾ ഫോം കൺഫ്യൂഷൻ ആയിരിക്കും. ISROയുടെ ആദ്യകാല നാമം കൺഫ്യൂഷനിലായിരിക്കും. ISROയുടെ ഹെഡ് ക്വാർട്ടറും കൺഫ്യൂഷനിലായിരിക്കും. അപ്പോൾ എന്താണെന്ന് നമുക്ക് പെട്ടെന്നൊരു ക്വിക്ക് റിവിഷനിലേക്ക് കടക്കാം. ബിക്കോസ് ഇറ്റ് ഇസ് പ്യുവർലി എ ഹോട്ട് ടോപ്പിക്. ഓക്കെ, ഇതൊക്കെ പുതുമ നഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ തന്നെയാണ് ISRO എന്നൊക്കെ പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് അല്ലെങ്കിൽ INCOSPAR എന്ന് പറയുന്നതാണ്. It was established by Jawaharlal Nehru in 1962 under Department of Atomic Energy Agency. Department of Atomic Energy Agencyയുടെ കീഴിൽ 1962 INCOSPAR എന്ന് പറയുന്ന നാമത്തിൽ രൂപീകൃതമായ ഒരു ഏജൻസിയാണ് എന്ത് ISRO അല്ലെങ്കിൽ INCOSPAR എന്നായിരുന്നു ആദ്യകാല നാമം ISROയുടെ. INCOSPARന്റെ ഫുൾ ഫോം എന്താണെന്ന് പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ISROയുടെ ഫുൾ ഫോം എന്താ? ISROയുടെ അല്ല, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ഈ നമ്മുടെ ISRO ഉള്ളത് അല്ലെങ്കിൽ INCOSPAR ഉണ്ടായിരുന്നത്.
അത് മനസ്സിലാക്കുക. ISROയുടെ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അതറിയാത്ത ആരും കാണത്തില്ലായിരിക്കും അല്ലേ. പിന്നെ ഹെഡ് ക്വാർട്ടർ എന്താണ്, എവിടെയാണ്, ബാംഗ്ലൂരിലാണെന്ന് മനസ്സിലാക്കുക. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഡോക്ടർ വിക്രം സാരാഭായ് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഹി പ്ലേഡ് എ ബിഗ് റോൾ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ദ ISRO. ഹി അണ്ടർസ്റ്റുഡ് ദ നീഡ് ഓഫ് സ്പേസ് റിസർച്ച്, വാസ് convinced for the role it can play in helping a nation develop. അതായത് ഒരു രാഷ്ട്രം വികസിക്കണമെങ്കിൽ എത്രത്തോളം സ്പേസിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കണം, അല്ലെങ്കിൽ എത്രത്തോളം സ്പേസിന്റെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടണം എന്നുള്ളത് വിക്രം സാരാഭായിക്ക് അറിയായിരുന്നു. എത്രത്തോളം ഒരു വികസനത്തിന്റെ പാത നമുക്ക് ഉണ്ടാകണമെങ്കിൽ സ്പേസ് നമ്മൾ കൂടുതൽ അച്ചീവ് ചെയ്തിരിക്കണം സ്പേസിൽ അല്ലേ. അപ്പൊ ഇൻകോസ്പാർ സെറ്റപ്പ് ദ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ അറ്റ് തുമ്പ നിയർ ട്രിവാൻഡ്രം അറ്റ് ഇന്ത്യ സദേൺ ടിപ്പ്. TRLS is a spacecraft used to launch rocket. അപ്പോൾ റോക്കറ്റുകളൊക്കെ വിക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണ് തുമ്പയിലെ, തിരുവനന്തപുരത്താണ് തുമ്പയിലെ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ ഉണ്ട്, റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന സംഭവമാണ് ഇൻകോസ്പാർ എന്ന് പറയുന്നത്. ഓക്കെ, തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ TERLS at Tumba near Trivandrum at India's southern tip. TRLS is a spaceport used to launch rockets. Okay, that's it. പിന്നെ ഇൻകോസ്പാർ എന്ന് പറയുന്ന ISRO എന്ന് പറയുന്നൊരു ഇതിലേക്ക് മാറിയത് ഏത് വർഷമാണ്? 1969 അതാണ് നമ്മളുടെ ചോദ്യത്തിൽ വരുന്നത്. ഈ ഒരു വർഷം ISRO എപ്പോഴാണ് രൂപീകൃതമായതെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. ഇൻകോസ്പാർ തുടങ്ങിയത് നമ്മൾ കണ്ടു 1962 കണ്ടു. അപ്പം നമ്മളെ തെറ്റിക്കാനായിട്ട് ഈ ഒരു ഓപ്ഷനും കൂടെ വരാം. ഓക്കെ, ഇൻകോസ്പാർ ആണ് 1962. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO വന്നത് 1969. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്തത് എപ്പോഴാണ്? 1972. ആൻഡ് ISRO എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമായി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ ഭാഗമായി ഇന്നും അത് തുടരുന്നു അല്ലെ. ദ സ്പേസ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് ഡയറക്ട്ലി ടു ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ദ കൺട്രി. നമ്മുടെ പ്രധാനമന്ത്രിക്കാണ് സ്പേസ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ പലതരത്തിലുള്ള രീതിയിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ മാറ്റിമറിക്കാം. പ്രൈം മിനിസ്റ്ററിന് പകരം വേറെ പല പോസ്റ്റിങ്ങും നമുക്ക് തരാം, പല പോസ്റ്റിലേക്കുള്ള സ്റ്റേറ്റ്മെന്റും നമുക്ക് തരാം നമ്മളെ തെറ്റിക്കാനായിട്ട്. ഓക്കെ, സോ വി ഹാവ് ടു കൺഫേം ദിസ്. ഏതാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? ആരുടെ മുന്നിലാണ്? പ്രധാനമന്ത്രിക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഡ്യൂറിംഗ് 1975 to 76 സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെന്റ്, സൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഫുൾ ഫോം, was conducted. It was hailed as the largest sociological experiment in the world. It was followed by Kheda Communication Project, which worked as a field laboratory need based and a locale specific program transmission in the state of Gujarat state. Okay, 1975 തൊട്ട് 76 ആ ഒരു കാലഘട്ടത്തിൽ സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സോഷ്യോളജിക്കൽ എക്സ്പെരിമെന്റ് ആയിരുന്നു എന്നാണ് ഈ ഒരു സൈറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റിനെ കാണുന്നത്. അത് ഇറ്റ് വാസ് ഫോളോഡ് ബൈ ഖേദ കമ്മ്യൂണിക്കേഷൻ പ്രോജക്ട് വിച്ച് വർക്ക്ഡ് ആസ് എ ഫീൽഡ് ലബോറട്ടറി ഫോർ നീഡ് ബേസ്ഡ് ആൻഡ് ലൊക്കേറ്റ് സ്പെസിഫിക് പ്രോഗ്രാം ട്രാൻസ്മിഷൻ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് സ്റ്റേറ്റ്. ഓക്കെ, ഡ്യൂറിംഗ് ദിസ് ഫേസ് ഫസ്റ്റ് ഇന്ത്യൻ സ്പേസ് ക്രാഫ്റ്റ് ആര്യഭട്ട എന്ന് പറയുന്നൊരു സംഭവം ഡെവലപ്പ് ചെയ്തു. വാസ് ലോഞ്ച്ഡ് യൂസിങ് സോവിയറ്റ് ലോഞ്ചർ. Another major landmark was the development of the first launch vehicle SLV-3. SLV-3 എന്ന് പറയുന്നത് 40 കിലോഗ്രാം ഭാരമുള്ള ലോ എർത്ത് ഓർബിറ്റിൽ മാത്രം വസിക്കുന്ന ഒരു ലോഞ്ച് വെഹിക്കിളാണ് SLV. സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് അതിന്റെ ഫുൾ ഫോം. SLV-3 ലോഞ്ച് ചെയ്തു, വിച്ച് ഹാഡ് ഇറ്റ്സ് ഫസ്റ്റ് സക്സസ്ഫുൾ ഫ്ലൈറ്റ് ഇൻ 1980. അപ്പൊ SLV-3യുടെ കാര്യങ്ങൾ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയേക്കുക. ഏറ്റവും ലാൻഡ്മാർക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ISROയുടെ എന്തെല്ലാമാണെന്ന് തെരഞ്ഞു പിടിച്ച് കണ്ടെത്തി മനസ്സിലാക്കുക. ഓക്കെ, അപ്പം അനദർ മേജർ landmark was the development of the first launch vehicle SLV-3 with the capability to place 40 kg in the LEO, which had its first successful flight in 1980. ഓക്കെ, 80s എന്ന് പറയുന്നത് നമ്മുടെ ISROയുടെ ഒരു എക്സ്പെരിമെന്റൽ കാലഘട്ടമായിരുന്നു. അതായത് ISRO ബഡ് ചെയ്യുന്നൊരു ടൈം ആ ഒരു സമയത്താണെന്ന് പറയുന്നത്. ആ ഒരു ഫേസിൽ ഭാസ്കര 1 ആയിക്കോട്ടെ, ഭാസ്കര 2 മിഷൻസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട മിഷൻസ് ഒക്കെ നടന്നത് 80s കാലഘട്ടത്തിലായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ എറൈൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ആപ്പിൾ എന്ന് പറയുന്ന സംഭവം. എന്താണ് അതിന്റെ ഫുൾ ഫോം? എറൈൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെന്റ് ബിക്കം ദ റണ്ണർ ഫോർ ദ ഫ്യൂച്ചർ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഓക്കെ, അതായത് ആശയവിനിമയത്തിനുള്ള ഉപാധിയായിട്ട് നമ്മൾ ആപ്പിളിനെ കണ്ടെത്തി അല്ലെ. ആപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? എറൈൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെന്റ്. ഭാസ്കര 1, ഭാസ്കര 2 ഇതെല്ലാം 80s നടന്നതെന്നാണ് പറയുന്നത്. പിന്നെ
ഏറ്റവും പ്രധാനപ്പെട്ട ഇതൊരു ചോദ്യമാണ്, ഇതൊരു റിപ്പീറ്റഡ്, ഞാനിത് വേറൊരു ഹെഡിങ് ആയിട്ട് ഞാൻ കയറ്റിയിട്ടില്ല, പക്ഷേ ഇതിനകത്ത് വരുന്നത് കൊണ്ടാണ് ഞാൻ വേറൊരു ഹെഡിങ് ആയിട്ട് കയറ്റാന്നത്. ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ് ACL എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ മാർക്കറ്റിംഗ് ആം ഓഫ് ISRO. എന്താണ് മാർക്കറ്റിംഗ് ആം? ഫോർ ദ പ്രൊമോഷൻ ആൻഡ് കൊമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് സ്പേസ് പ്രൊഡക്റ്റ്. അതായത് സ്പേസ് പ്രൊഡക്റ്റുകളുടെ പ്രൊമോഷന് വേണ്ടിയിട്ടും കൊമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയിട്ടുമുള്ള ഒരു മാർക്കറ്റിംഗ് ആമാണ് ആൻഡ്രിക്സ് ACL എന്ന് പറയുന്നത്, ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ കൺസൾട്ടൻസി സർവീസ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജീസ് ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ISRO. എല്ലാ തരത്തിലുള്ള ടെക്നിക്കൽ കൺസൾട്ടൻസി സർവീസസ്, ടെക്നോളജികളുടെ ട്രാൻസ്ഫർ, പ്രൊമോഷൻ ആൻഡ് ഓഫ് ദ കൊമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് സ്പേസ് പ്രൊഡക്റ്റ്, ഇതെല്ലാം എന്താണ്? ACLന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി. ആൻഡ്രിക്സ് സ്പേസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, പക്ഷെ ഞാൻ വേറൊരു ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഇതിന്റെ ഇടയിൽ വന്നത് കൊണ്ട് ഞാൻ വേറൊരു ടോപ്പിക്കായിട്ട് ഹോട്ട് ടോപ്പിക്കായിട്ട് കൊടുത്തിട്ടില്ല. ദാറ്റ് വാസ് വൺ ഓഫ് ദ ഹോട്ട് ടോപ്പിക്. അടുത്ത പോയിന്റ്, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് പറയുന്നത് എവിടെയാണ്? VSSC എന്ന് പറയുന്നത് ട്രിവാൻഡ്രമാണ്. ദ സ്പേസ് റിസർച്ച് ആക്ടിവിറ്റി വെർ ഇനിഷ്യേറ്റഡ് ഇൻ ഇന്ത്യ അണ്ടർ ഡോക്ടർ വിക്രം സാരാഭായ് അണ്ടർ VSSC, the founding father of the Indian space program during 1960. 1960 ഫൗണ്ടിങ് ഫാദർ ഓഫ് ദ സ്പേസ് എന്ന് പറയുന്ന വിക്രം സാരാഭായി ആണ്. അദ്ദേഹം ആദ്യമായിട്ട് എന്താ പറയുക സ്പേസ് ആക്ടിവിറ്റീസ് ഒക്കെ ഇൻവോൾവ് ചെയ്തത് VSSC അല്ലെങ്കിൽ വിക്രം സാരാഭായി സ്പേസ് സെന്റർ ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ്. പിന്നെ അപ്പോൾ അത് എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കിയേക്കാം. പിന്നെ അടുത്തൊരു പോയിന്റ്, ലിക്വിഡ് പ്രൊപ്പൾഷൻ സിസ്റ്റം സെന്റർ LPSC എന്ന് പറയുന്നത് എവിടെയാണ്? ട്രിവാൻഡ്രത്താണ്. LPSC ഈസ് ഓൾസോ ഇൻ ട്രിവാൻഡ്രം. ലിക്വിഡ് പ്രൊപ്പൾഷൻ സിസ്റ്റം സെന്റർ എന്ന് പറയുന്നത് ട്രിവാൻഡ്രമാണ്, അത് മനസ്സിലാക്കിയേക്കുക. പിന്നെ അടുത്തത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പറയുന്നത് എവിടെയാണ്? ശ്രീഹരിക്കോട്ടയാണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയാണ്. പിന്നെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ അഹമ്മദാബാദാണ്. ഓക്കെ, സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ എന്ന് പറയുന്നത് അഹമ്മദാബാദാണ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ഹൈദരാബാദ്. ഇത്രയും പോയിന്റുകൾ, ഇത്രയും സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കിയേക്കുക. സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പറയുന്നത് ശ്രീഹരിക്കോട്ടയാണ്. സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ എന്ന് പറയുന്നത് അഹമ്മദാബാദാണ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ എന്ന് പറഞ്ഞാൽ ഹൈദരാബാദാണ്. ഓക്കെ, നൗ അടുത്തത് CMS-01 എന്ന് പറയുന്നത് എവിടെയാണെന്നുള്ളത് അതെന്താണെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. CMS-01 എന്ന് പറയുന്നത് ഇസ് എ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഡിസൈൻഡ് ആൻഡ് ഡെവലപ്ഡ് ഇൻ ഇന്ത്യ ബൈ ISRO. Okay, it is a communication satellite designed and developed in India by ISRO. Okay, CMS-01. CMS-01 is a communication satellite. Okay, ഒരു മിനിറ്റ്, ഇതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഡിസൈൻഡ് ആൻഡ് ഡെവലപ്ഡ് ഇൻ ഇന്ത്യ ബൈ ISRO ഡെവലപ്പ് ചെയ്തതാണ് ഈ ഒരു എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ISRO ഡെവലപ്പ് ചെയ്തതാണ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ ടു ദ Geostationary Transfer Orbit on Launch Vehicle PSLV C-50 on December 17, 2020. CMS-01 was formerly known by the name GSAT-12R എന്ന് പറയുന്ന പേരിലായിരുന്നു CMS-01 ആദ്യം അറിഞ്ഞിരുന്നത്. ഇറ്റ് ഈസ് ഡിസൈൻ ടു റീപ്ലേസ് എ ഏജ്ഡ് സാറ്റലൈറ്റ്. GSAT-12നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ, GSAT-12നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് CMS-01 എന്ന് പറഞ്ഞൊരു സാറ്റലൈറ്റ് വന്നത്. അതൊരു ഏജ്ഡ് സാറ്റലൈറ്റ് ആയിരുന്നു GSAT-12. സോ CMS-01 ആണ് റീപ്ലേസ് ചെയ്തത്. ഓക്കെ, CMS-01 ഈസ് എ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഡിസൈൻഡ് ആൻഡ് ഡെവലപ്ഡ് ഇൻ ഇന്ത്യ ബൈ ISRO. Okay, CMS-01 is a communication satellite designed and developed in India by ISRO, launched into the എവിടേക്കാണ് ലോഞ്ച് ചെയ്തത്? Geostationary Transfer Orbit on the launch of vehicle PSLV C-50 എന്നാണ്. ഏത് ഡേറ്റ് ആണ്? December 17, 2020. Okay, the launch of CMS-01 in December 2020 marked ISRO's 42nd successful satellite launch. CMS-01 is the 42nd satellite launched by ISRO. ഓക്കെ, 42ാമത്തെ സാറ്റലൈറ്റ് ആണ് ISROയുടെ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എത്രാമത്തെ പോയിന്റിലേക്കാണ് നമ്മൾ കടന്നത്? 5ാമത്തെ പോയിന്റ് വരെ കടന്നെങ്കിൽ നമുക്കൊന്ന് റിവിഷൻ നടത്തിയിട്ട് മുന്നോട്ട് 6ാമത്തെ പോയിന്റിലേക്ക് വരാം. യെസ്, CMS-01 വാസ് എ 5th പോയിന്റ്. ഓക്കെ, നമുക്കൊന്നും കൂടെ മുന്നോട്ട് പോവാം. നമുക്ക് ആദ്യം തൊട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരാം. അപ്പം നമ്മൾ എന്തിനെയൊക്കെ പറ്റിയാണ് പറഞ്ഞത്? നമ്മുടെ പരം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞു. പരം. ഓക്കെ, പരം ഉത്കർഷ് ഇസ് എ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം സെറ്റപ്പ് അറ്റ് CDAC
Bangalore, under the National Supercomputing Mission NSM, Government of India. Okay. This system offers artificial intelligence over machine learning and deep learning framework, compute and storage as a cloud service. This lead to the reduced turnaround time to market of MSME and startup India, thereby increasing their innovation potential. ഓക്കെ, അപ്പം ഇത് സിസ്റ്റം ഓഫേഴ്സ് എന്തെല്ലാമാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് ഫ്രെയിംവർക്ക്, കമ്പ്യൂട്ടർ ആൻഡ് സ്റ്റോറേജ് ആസ് ക്ലൗഡ് സർവീസ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് ഈ ഒരു പരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ പരം എന്ന് പറയുന്നതാണ് സൂപ്പർ കമ്പ്യൂട്ടർ ഡെവലപ്ഡ് ബൈ ഇന്ത്യൻ സയന്റിസ്റ്റ്. അത് നോട്ട് ചെയ്യണം കേട്ടോ. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അസ്ട്രോസ്റ്റാറ്റ് ആണ്. അസ്ട്രോസ്റ്റാറ്റ് എന്ന് പറയുന്നത് ഇന്ത്യസ് ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് മൾട്ടി വേവ് ലെങ്ത് സ്പേസ് ഒബ്സർവേറ്ററി ആണ്. ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് ഇന്ത്യൻ ആസ്ട്രോണമി മിഷൻ എയിംഡ് അറ്റ് സ്റ്റഡിയിങ് സെലസ്റ്റിയൽ സോഴ്സസ്. സെലസ്റ്റിയൽ സോഴ്സസിനെ പറ്റി പഠനം നടത്തുക ഇൻ എക്സ്റേ, ഒപ്റ്റിക്കൽ ആൻഡ് UV സ്പെക്ട്രൽ ബാൻഡ് സൈമൾട്ടേനിയസ്ലി. ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് മൾട്ടി വേവ് ലെങ്ത് സ്പേസ് ഒബ്സർവേറ്ററി. Okay, Astrostat with a lift-off mass of 1,515 kg was launched by Indian launch vehicle PSLV from Satish Dhawan Space Center, Sriharikota on September 28, 2015 into a 650 km orbit inclined on 6 degrees of the equator. ഈ ഒരു സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത്, സ്പേസ് ക്രാഫ്റ്റ് കൺട്രോൾ മിഷൻ എന്ന് പറയുന്നത് control center at Mission Operation Complex of ISRO Telemetry Tracking and Command Network, Bangalore, manages the satellite during its entire mission life. The minimum useful life of Astrostat എന്ന് പറയുന്നത് 5 വർഷമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ന്യൂറോൺ സ്റ്റാർസ് കണ്ടെത്തുക, ടു അണ്ടർസ്റ്റാൻഡ് ഹൈ എനർജി പ്രോസസ് ഇൻ ബൈനറി സ്റ്റാർ സിസ്റ്റം, സ്റ്റഡി സ്റ്റാർസ് ബർത്ത് ആൻഡ് കംപ്ലീറ്റ് സ്റ്റാർ സൈക്കിൾ, അതുപോലെ തന്നെ എക്സ്റേ സോഴ്സസ് സ്കൈയിൽ ഉണ്ടോ എന്ന് കണ്ടെത്തുക. ഇത്രയുമാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. കൺട്രോൾ ദ സ്പേസ് ക്രാഫ്റ്റ് കൺട്രോൾ സെന്റർ അറ്റ് എവിടെയാണ്? മിഷൻ ഓപ്പറേഷൻ കോംപ്ലക്സ് MOX ഓഫ് ISRO ടെലിമെട്രി ആൻഡ് ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ISTRAC, ബംഗളൂരു. ഓക്കെ, പിന്നെ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ആണ്. നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് സൃഷ്ടിക്കാൻ കഴിയാത്തതാണ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. ഫോസിൽ ഫ്യൂവൽ സച്ചസ് കോല്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് അതുപോലെയുള്ളതെല്ലാം നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ആണ്. ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നതും നോൺ റിന്യൂവബിൾ ആണ്. കാരണം യുറേനിയം എന്ന് പറയുന്നത് എർത്ത് ക്രസ്റ്റിൽ ലിമിറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ അത് നോൺ റിന്യൂവബിൾ ആണ്. ദ റിസോഴ്സസ് വിച്ച് cannot be immediately replaced once they are depleted are called നോൺ റിന്യൂവബിൾ റിസോഴ്സ്. അതായത് ഒരിക്കൽ നശിച്ചു പോയാൽ പിന്നെയും അത് റീപ്ലേസ് ചെയ്യാൻ കാലങ്ങളോളം, കോടാനുകോടി വർഷങ്ങളോളം എടുക്കും. അതുകൊണ്ടാണ് അതിനെ നോൺ റിന്യൂവബിൾ എന്ന് പറയുന്നത്. ഫോസിൽ ഫ്യൂവൽ സച്ച് ആസ് കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് ആൻഡ് റെയർ മിനറൽ ടിപ്പിക്കലി ഫൗണ്ട് ഇൻ മിട്രോയിഡ്സ്. മിട്രോയിഡ്സിലൊക്കെ കാണുന്ന റെയർ മിനറൽസും നോൺ റിന്യൂവബിൾ ആയിട്ട് കണക്കാക്കും. 4ാമത്തെ പോയിന്റ് ISROയെ പറ്റിയാണ് പറയുന്നത്. ISRO എന്ന് പറയുന്നത് ആദ്യകാല ഇൻകോസ്പാറിന്റെ ഒരു രൂപമാണ്. അതല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന് പറയുന്ന 1962 രൂപീകൃതമായതാണ്. അതാണ് ആദ്യകാല നാമം ISROയുടെ. അണ്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയാണ്. ഹെഡ്ക്വാർട്ടർ ബാംഗ്ലൂരാണ്. ഡോക്ടർ വിക്രം സാരാഭായി നല്ല പ്രോമിനന്റ് റോൾ അദ്ദേഹം വഹിച്ചു. കാരണം ഒരു രാഷ്ട്രത്തിന്റെ വികസനത്തിന് സ്പേസ് എന്ന് പറയുന്നതിന്റെ ഇംപ്രൂവ്മെന്റ്, ഡെവലപ്മെന്റ് അനിവാര്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ അവിടെ ഉണ്ടായിരുന്നു. And Incospa set up the Tumba Equatorial rocket launching station at Tumba. അതായത് ഇൻകോസ്പാർ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. അത് എന്ത് ഡെവലപ്പ് ചെയ്തു? തുമ്പ ഇക്വിറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. അതൊരു റോക്കറ്റ് ലോഞ്ച് ചെയ്യാനുള്ളൊരു സ്റ്റേഷനാണ് തിരുവനന്തപുരത്തുള്ള ട്രെൽസ് എന്ന് പറയും. ഓക്കെ, അത് സദേൺ ടിപ്പിലാണ് അതുകൊണ്ട് വെച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് എ സ്പേസ് പോർട്ട് യൂസ് ടു ലോഞ്ച് റോക്കറ്റ്സ്. പിന്നെ ഇൻകോസ്പാർ ISRO ആയത് 1969 അണ്ടർ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി മാറി, ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ആയി. ഇൻകോസ്പാർ അണ്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി. നൗ ഇറ്റ് ഈസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്. വാസ് ക്രിയേറ്റഡ് ഇൻ 1972 and ISRO became the part of it and remains so till date. The Space Department report directly to the Prime Minister of the country. Important ആണ് ആ പോയിന്റ്. 1975-76 കാലഘട്ടങ്ങളിൽ സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. അത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ മേജർ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു സോഷ്യോളജിക്കൽ എക്സ്പെരിമെന്റ് ഇൻ ദ വേൾഡ് ആണെന്ന് പറയുന്നുണ്ട്. ഡ്യൂറിംഗ് ദിസ് ഫേസ്, അതായത് ഫസ്റ്റ് ഇന്ത്യൻ സ്പേസ് ക്രാഫ്റ്റ് ആര്യഭട്ട ഒക്കെ ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ഉണ്ടായത്. ലോഞ്ചിങ് യൂസിങ് സോവിയറ്റ് ലോഞ്ചർ. ആൻഡ് അനദർ മേജർ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് SLV-3 ആണ്.
with a capability of 40 kilogram in LEO. ലോ എർത്ത് ഓർബിറ്റിൽ 40 കിലോഗ്രാം ആയിട്ടുള്ള, അതായത് ഒരു മേജർ ലാൻഡ്മാർക്ക് അതാണ്, വിക്ഷേപിച്ചൊരു മേജർ ലാൻഡ്മാർക്ക് അതാണ്. ഫസ്റ്റ് ലോഞ്ച് വെഹിക്കിൾ SLV-3 with a capability of 40 kilogram in low earth orbit, which had its first successful flight in 1980. 80s എന്ന് പറയുന്നത് was experimental phase wherein ഭാസ്കര 1, ഭാസ്കര 2 എന്ന് പറയുന്നത് one of the pioneer steps ആണെന്നാണ് പറയുന്നത് ഈ ഒരു 80s കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നെ എറൈൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെന്റ്, ആപ്പിൾ എന്ന് പറയുന്നത് became the forerunner for the future communication satellite system. പിന്നെ ആൻട്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ് ACL എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആം ഓഫ് ദ ISRO ആണ്. എന്തിനെല്ലാം വേണ്ടിയാണ്? ഫോർ ദ പ്രൊമോഷൻ, commercial exploitation for space product, technical consultancy and services, transfer of technologies developed by ISRO. പിന്നെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളാണ് പറയുന്നത്. വിക്രം സാരാഭായി സ്പേസ് സെന്റർ എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. ഇറ്റ് ഈസ് ദ സ്പേസ് ആക്ടിവിറ്റീസ് വെർ ഇനിഷ്യേറ്റഡ് ഇൻ ഇന്ത്യ അണ്ടർ ഡോക്ടർ വിക്രം സാരാഭായി, ഹു ഇസ് എ ഫൗണ്ടിങ് ഫാദർ ഓഫ് ISRO ഡ്യൂറിങ് 1960. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക എക്സ്പെരിമെന്റുകളും കാര്യങ്ങളും ആക്ടിവിറ്റീസ് എല്ലാം നടത്തിയത് തിരുവനന്തപുരത്തെ വിക്രം സാരാഭായി സ്പേസ് സെന്ററിലാണ്. പിന്നെ അടുത്തത് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ എവിടെയാണ്? ശ്രീഹരിക്കോട്ട. സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ഈസ് ഇൻ അഹമ്മദാബാദ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ഈസ് ഇൻ ഹൈദരാബാദ്. അഞ്ചാമത്തെ പോയിന്റ് CMS-01. CMS-01 എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. CC അതും തന്നെ ഓർക്കുക. CMS-01 is a communication satellite developed in India by ISRO. Okay. It was launched into the geostationary orbit on a launch vehicle of PSLV C-50 on December 2020. Okay. December 17, 2020. CMS-01 എന്ന് പറയുന്നത് GSAT 12R ആദ്യകാല രൂപമായിരുന്നു. അല്ല, CMS-01 എന്ന് പറയുന്നത് GSAT 12R ഒരു പുതിയ രൂപമാണ്. GSAT 12R ഏജ്ഡ് ആയപ്പോൾ CMS-01 ആയിട്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ. പിന്നെ ദ ലോഞ്ച് ഓഫ് CMS-01 എന്ന് പറയുന്നത് ഡിസംബർ 2020 അതാണ് ISROയുടെ 42ാമത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള സാറ്റലൈറ്റ് ലോഞ്ച് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ആറാമത്തെ സെഷനിലേക്ക് കടക്കുകയാണ്. ദാറ്റ് ഈസ് EOS-03. ഇറ്റ് വാസ് കേപ്പബിൾ ഓഫ് ഇമേജിങ് ദ എൻറ്റയർ കൺട്രി 4 to 5 times എവറി ഡേ. അതായത് ഒരു പെർട്ടിക്കുലർ രാജ്യത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഇമേജ് ചെയ്യാൻ പറ്റും. ഒരു ദിവസം 4 to 5 തവണ വരെ ഇമേജ് ചെയ്യാൻ പറ്റുന്ന ഒരു GSLV റോക്കറ്റ് ആണ്. ഇറ്റ് വാസ് റൈഡിങ് ഓൺ അത് റൈഡ് ചെയ്യുന്നത് GSLV റോക്കറ്റിലാണ്, വിച്ച് ഹാസ് എ ന്യൂ പേലോഡ് കാരിയർ ഡിസൈൻ ടു സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ് ദ എയറോഡൈനാമിക് ഡ്രാഗ് ആൻഡ് ദസ് ക്യാരി ലാർജർ പേലോഡ്. ഓക്കെ. The rocket was supposed to deposit the satellite in geostationary transfer orbit from where the satellite's onboard propulsion will guide into a geostationary orbit of 36,000 kilometers from the Earth's surface. Okay. Geostationary transfer orbit is a circular orbit positioned approximately 35,900 kilometers above the Earth's equator and having a period of same duration and direction of the rotation of the Earth. An object in this orbit will appear stationary relative to rotating Earth. Okay, that's it. അതാണ് ആറാമത്തെ. അത് EOS-03 എന്ന് പറയുന്നതാണ്. ഇറ്റ് വാസ് കേപ്പബിൾ ഓഫ് ഇമേജിങ് ദ എൻറ്റയർ കൺട്രി. ഇമേജിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു രാജ്യത്തിനെ മൊത്തമായിട്ട് 4 to 5 തവണ ഒരു ദിവസം ഇമേജ് ചെയ്യാനായിട്ട് EOS-03ക്ക് പറ്റുമെന്നാണ് പറയുന്നത്. അത് റൈഡ് ചെയ്യുന്നത് GSLV റോക്കറ്റിലാണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ഡിസൈൻ ടു സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ് ദ എയറോഡൈനാമിക് ഡ്രാഗ് ആൻഡ് ദസ് ക്യാരി ലാർജർ പേലോഡ്. അപ്പം ദ റോക്കറ്റ് വാസ് സപ്പോസ് ടു ഡിപ്പോസിറ്റ് ദ സാറ്റലൈറ്റ് ഇൻ ജിയോസ്റ്റേഷണറി ട്രാൻസ്ഫർ ഓർബിറ്റ്. ജിയോസ്റ്റേഷണറി ഓർബിറ്റിലേക്ക് അത് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഫ്രം വെയർ ദ സാറ്റലൈറ്റ് ഓൺ ബോർഡ് പ്രൊപ്പൽഷൻ വിൽ ഗൈഡ് ടു എ ജിയോസ്റ്റേഷണറി ഓർബിറ്റ്. ഓക്കെ. അതായത് 36,000 kilometers away from the Earth's surface. Geostationary transfer orbit is a circular orbit positioned approximately 35,900 kilometers above the Earth's equator and having a period of same duration and direction as the rotation of the Earth. An object within this orbit will appear stationary relative to rotating Earth. ഓക്കെ. ഇനി 7th പോയിന്റ് DRDO ആണ്. DRDO എന്ന് പറയുന്ന 1958 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് DRDO. ഓക്കെ. ഇറ്റ് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ കമ്പൈനിങ് 3 മേജർ ഡിഫൻസ് ഓർഗനൈസേഷൻ. DRDO എന്ന് പറയുമ്പോൾ 3 പ്രധാനപ്പെട്ട ഡിഫൻസ് ഓർഗനൈസേഷൻ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. എന്തെല്ലാമാണ്? ഡിഫൻസ് സയൻസ് ഓർഗനൈസേഷൻ, ഡിഫൻസ് ടെക്നിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെന്റ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് DSO, DTDE, DTDP. ഓക്കെ. ഇത് 3 കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടായത്? DRDO എന്ന് പറയുന്നുണ്ടായത് 1958. With a project in 1960 on surface to air missile, the project Indigo was the DRDO's first major defense project. Important, note ചെയ്യണേ.
This project was discontinued without any success. DRDO started with just 10 different laboratories in the country, and now it has more than 50 laboratories across the country, researching stations and all in different sectors of the technology and defense. Okay, 10 ലാബായിട്ട് തുടങ്ങിയതാണ് ഇപ്പോൾ അതൊരു 50 ലാബായിട്ട് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, DRDO ചോദിച്ചിട്ടുണ്ട്, പക്ഷേ അത് 2022 കാലഘട്ടത്തിലെ ക്വസ്റ്റ്യൻസിലൊക്കെ ഞാൻ കണ്ടിരുന്നു, അതുകൊണ്ടാണ് ഞാനത് കയറ്റിയത്, പഠിച്ചു വെച്ചേക്കുക. പിന്നെ അടുത്തത് 8th പോയിന്റ്, സയൻസ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്, ഇന്ത്യ സയൻസ് കോൺഗ്രസിനെ പറ്റിയിട്ടാണ്. അതായത് വിത്ത് എ ഹിസ്റ്ററി ഡേറ്റിംഗ് ബാക്ക് ടു 1914, ദ സയൻസ് കോൺഗ്രസ് ഈസ് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് ഇവന്റ് ഇൻ ദ കൺട്രി. ഇറ്റ് ബ്രിങ്സ് ടുഗദർ സയന്റിസ്റ്റ് ആൻഡ് റിസർച്ചേഴ്സ് നോട്ട് ജസ്റ്റ് ഫ്രം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ലാബോറട്ടറി ബട്ട് ഓൾസോ സയൻസ് ടീച്ചേഴ്സ് ആൻഡ് പ്രൊഫസേഴ്സ് ഫ്രം കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ്. അതായത് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സിനെയും അതുപോലെ തന്നെ എന്താ പറയുക സയന്റിസ്റ്റുമാരെയെല്ലാം യൂണിവേഴ്സിറ്റികളിൽ നിന്നും അതുപോലെ കോളേജസിൽ നിന്നും പ്രൊഫഷണൽ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നെല്ലാം കൂടെ ഗ്യാദർ ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇന്ത്യ സയൻസ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇറ്റ് ഓഫേഴ്സ് എ പ്ലാറ്റ്ഫോം ഫോർ ദെയർ ഇന്ററാക്ഷൻ വിത്ത് സ്റ്റുഡൻസ്. സാധാരണ സ്റ്റുഡൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടെയാണ്. ഓക്കെ, സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചർച്ചകൾ നടത്താനും കാര്യങ്ങളുമൊക്കെ. അപ്പം ഇന്ത്യൻ സയൻസിന്റെ മേഖലയിലെ ഒരു വൺ ഓഫ് ദ സെലിബ്രേഷൻ ആണ് ദാറ്റ് ഇറ്റ് ഹാസ് ഇല്ലുസ്ട്രിയസ് പാസ്റ്റ് വിത്ത് ദ who's who of Indian science participating and organizing. The first session of Indian Science Congress എന്ന് പറയുന്നത് 1914 ഉണ്ടായത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിന്റെ ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് അസോസിയേഷൻ ആണ്. ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് ബോഡി ഫംഗ്ഷനിങ് വിത്ത് ദ സപ്പോർട്ടർ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ സെൻട്രൽ ഗവൺമെന്റ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ് ഇതിന്റെ സപ്പോർട്ടർ. കംപ്ലീറ്റ് ഇതൊരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ്, ബട്ട് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് അസോസിയേഷൻ, ISCA ആണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പം നമ്മൾ 8ാമത്തെ പോയിന്റും കഴിയും. ഇനി 9ാമത്തെ പോയിന്റിലേക്ക് കിടക്കുകയാണ്, ഡാവിൻസി പ്ലസ്. ഇതൊരു ജസ്റ്റ് ഒരു ക്ലിപ്പിംഗ് ആണ്. അപ്പൊ ഡാവിൻസി പ്ലസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്ലിപ്പിംഗ്. ഡാവിൻസി പ്ലസിനെ പറ്റി ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, നാസ കണ്ടോ, ആ പേര് ശ്രദ്ധിക്കുക, ISRO അല്ല ഇവിടെ. നാസ അനൗൺസ് പ്ലാൻ ടു ലോഞ്ച് എ pair of mission to Venus between 2028 and 2030. 2028-30 കാലഘട്ടങ്ങളിൽ നാസ വിനസിലേക്ക് ഒരു പെയർ ഓഫ് മിഷൻ അയക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. എവിടേക്കാണ്? വിനസിലേക്ക്. ഓക്കെ, ടു സ്റ്റഡി ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ജിയോളജിക്കൽ ഫീച്ചർ ഓഫ് ദ എർത്ത്, സോ കോൾഡ് സിസ്റ്റർ പ്ലാനറ്റ്. ഈ വിനസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഭൂമിയുടെ സഹോദരി അല്ലെങ്കിൽ സഹോദരൻ എന്നെല്ലാം പറയുന്നതാണ് വിനസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം വിനസിനെ പറ്റിയുള്ള പഠനത്തിന് വേണ്ടിയിട്ട് 2028-30 കാലഘട്ടത്തിലായിട്ട് നാസ വിടാൻ ഉദ്ദേശിക്കുന്നത്, അതിനകത്തെ അറ്റ്മോസ്ഫിയർ, ജിയോളജിക്കൽ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് വിടുന്നതാണത്. ദ 2 മിഷൻസ് ഡബ്ഡ് ഡാവിൻസി പ്ലസ്, ഓക്കെ, ആൻഡ് വെറിറ്റാസ്. ഇതൊക്കെ ചോദ്യത്തിൽ വന്നതാണ്. ഡാവിൻസി പ്ലസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോർ ഡീപ് അറ്റ്മോസ്ഫിയർ വിനസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് നോബിൾ ഗ്യാസ്, കെമിസ്ട്രി ആൻഡ് ഇമേജിംഗ്. കണ്ടോ, അതിന്റെ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. ഡീപ് അറ്റ്മോസ്ഫിയർ വിനസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് നോബിൾ ഗ്യാസ്, കെമിസ്ട്രി ആൻഡ് ഇമേജിംഗ് പ്ലസ്. അതാണ് ആ പ്ലസ് വന്നിരിക്കുന്നത്. ആൻഡ് വെറിറ്റാസ് എന്ന് പറഞ്ഞാൽ ആക്രോണിം ഓഫ് വിനസ് എമിസിവിറ്റി, റേഡിയോ സയൻസ്, ഇൻസാർ, ടോപ്പോഗ്രഫി ആൻഡ് സ്പെക്ട്രോഗ്രഫി. ഡാവിൻസി പ്ലസ് എന്ന് പറയുന്നത് എന്താണെന്ന് കുറച്ചും കൂടെ നോക്കാം. ഇറ്റ് വിൽ മെഷർ ദ കമ്പോസിഷൻ ഓഫ് ഡെൻസ് ഹോട്ട് അറ്റ്മോസ്ഫിയർ ഓഫ് ദ വിനസ് ഫോർ ഫർദർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വിനസ്. അതെന്ന് പറയുന്നത് കൺസിസ്റ്റിംഗ് ഓഫ് ഡാവിൻസി പ്ലസ് എന്ന് പറയുന്നതിനകത്ത് എന്തെല്ലാം ഉണ്ട്? കൺസിസ്റ്റ് ഓഫ് ഫ്ലൈ ബൈ സ്പേസ് ക്രാഫ്റ്റ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രസന്റ് പ്രോബ്. ആ 2 പെയർ ഓഫ് മിഷൻ ആണ് ആക്ച്വലി നാസ വിടുന്നത്. ഡാവിൻസി പ്ലസും വേറൊന്നുണ്ട് വെറിറ്റാസിനെ പറ്റി ചോദ്യം വന്നിട്ടുണ്ട്, പക്ഷെ അതൊരു ഓപ്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വിനസിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ അല്ല, ഡാവിൻസി പ്ലസിനെ പറ്റിയിട്ടും വെറിറ്റാസിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. വെറിറ്റാസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ മാപ്പ് ദ പ്ലാനറ്റ് സർഫസ് ഫ്രം ഓർബിറ്റ് ടു ഹെൽപ്പ് ഡിറ്റർമൈൻ ഇറ്റ്സ് ജിയോളജിക്കൽ ഹിസ്റ്ററി. അത്ര മാത്രമേ ഉള്ളൂ വെറിറ്റാസിനെ പറ്റി പറയാൻ. ഡാവിൻസി പ്ലസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ മെഷർ ദ കമ്പോസിഷൻ ഓഫ് ഡെൻസ് ഹോട്ട് അറ്റ്മോസ്ഫിയർ ഓഫ് വിനസ് ഫോർ ഫർദർ അണ്ടർസ്റ്റാൻഡ് ഹൗ ഇറ്റ് ഇവോൾവ്. എങ്ങനെ അത് രൂപീകൃതമായി, വിനസ് എങ്ങനെ ഉണ്ടായി, ഉത്ഭവിച്ചു എന്നുള്ളതിനെ പറ്റിയുള്ള പഠനമൊക്കെ നടത്താൻ. ഡാവിൻസി പ്ലസ് കൺസിസ്റ്റിംഗ് ഓഫ് എ ഫ്ലൈ ബൈ സ്പേസ് ക്രാഫ്റ്റ് ആൻഡ് ആൻ അറ്റ്മോസ്ഫിയറിക് ഡീസെന്റ് പ്രോബ്. ഇറ്റ് ഈസ് ഓൾസോ എക്സ്പെക്ടഡ് ടു റിട്ടേൺ ദ ഫസ്റ്റ് ഹൈ റെസൊല്യൂഷൻ ഇമേജ് ഓഫ് യുണീക് ജിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓൺ വിനസ്. ഓക്കെ, ടെസ്സെറേ. എന്താണ്? ഡാവിൻസി പ്ലസ് കൺസിസ്റ്റിംഗ് ഓഫ് എ ഫ്ലൈ ബൈ സ്പേസ് ക്രാഫ്റ്റ് ആൻഡ് ആൻ അറ്റ്മോസ്ഫിയറിക് ഡീസെന്റ് പ്രോബ് and is also expected to return the first high resolution image. കണ്ടോ, വിനസിൽ നിന്നുള്ള ഫസ്റ്റ് ഹൈ റെസൊല്യൂഷൻ ഇമേജസ് ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് യുണീക്ക് ഇമേജസ് ഓഫ് യുണീക്ക് ജിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓൺ വിനസ് കോൾഡ് എന്താണ്? ടെസ്സെറേ. പിന്നെ അടുത്തത്
GSAT-നെ പറ്റിയിട്ടാണ്. 10ാമത്തെ പോയിന്റ് GSAT 1-നെ പറ്റിയിട്ടാണ്. അപ്പോൾ GSAT 1 എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊരു ഇമേജ് ക്ലിപ്പിംഗ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. GSAT 1 is a short for geo imaging satellite. It's an Earth observation satellite എന്ന് പറയുന്നുണ്ട്. ISRO is preparing to launch the satellite in the first week of March. Okay. It will be first of the 2 planned Indian Earth observation spacecraft to place in geostationary orbit of about geostationary orbitലേക്ക് വിടാൻ 36,000 കിലോമീറ്റർ അകലെയുള്ള geostationary orbitലേക്ക് വിടാനുള്ള ഒരു പ്ലാനാണ്. The medium lift എന്ന് പറയുന്ന GSLV Mk2 റോക്കറ്റ് ആണ് will carrying the spacecraft. 3 സ്റ്റേജുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്. All the Earth's observation satellite have been placed 600 odd kilometer orbit and circle the Earth pole to pole. They were launched by the smaller PSLV rocket. Okay, they were launched by the smaller PSLV rocket. Now, ഇതിന് ശേഷം ചന്ദ്രയാൻ 3-നെ പറ്റി മനസ്സിലാക്കാനുണ്ട്. ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് ഇന്ത്യയുടെ 3rd ലൂണാർ മിഷൻ ആണ് ആൻഡ് സെക്കൻഡ് അറ്റംപ്റ്റ് അറ്റ് അച്ചീവിംഗ് സോഫ്റ്റ് ലാൻഡിംഗ് ഓൺ മൂൺ സർഫസ്. ഓക്കെ, ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് 3rd ലൂണാർ മിഷൻ ആണ് ആൻഡ് ദ സെക്കൻഡ് അറ്റംപ്റ്റ് അറ്റ് അച്ചീവിംഗ് എ സോഫ്റ്റ് ലാൻഡിംഗ് ഓൺ മൂൺ സർഫസ്. Okay, on July 14, 2023, Chandrayaan 3 took off from Satish Dhawan Space Center in Sriharikota. The spacecraft seamlessly entered lunar orbit on August 5, 2023. The historic moment unfolded when the lander made a successful touchdown near the lunar south pole on August 23, 2023. Okay, mission objective എന്ന് പറഞ്ഞാൽ safe and soft landing of the lunar surface. പിന്നെ demonstrate rover roving over the moon and conduct in situ scientific experiment. ഈ 3 ലക്ഷ്യങ്ങളാണ് ചന്ദ്രയാൻ 3-ക്കുള്ളത്. എന്തെല്ലാമാണ്? To demonstrate safe and soft landing on the lunar surface. ലൂണാർ സർഫസിലേക്ക് സേഫ് ആയിട്ട് വന്ന് വീഴുക. ടു ഡെമോൺസ്ട്രേറ്റ് റോവർ റോവിംഗ് ഓവർ ദ മൂൺ. അതോടൊപ്പം തന്നെ കുറച്ച് സയന്റിഫിക് എക്സ്പെരിമെന്റ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ്സ് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് ഇന്ത്യയുടെ 3rd ലൂണാർ മിഷൻ ആണ് ആൻഡ് സെക്കൻഡ് അറ്റംപ്റ്റ് ആണ് അറ്റ് അച്ചീവിംഗ് എ സോഫ്റ്റ് ലാൻഡിംഗ് ഓൺ മൂൺ സർഫസ്. പിന്നെ 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 ടുക്ക് ഓഫ് ഫ്രം ദ, ആ ഡേറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ആ ചോദ്യം കുറേ ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ജൂലൈ 14, 2023 ടുക്ക് ഓഫ് ഫ്രം ദ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഇൻ ശ്രീഹരിക്കോട്ട. അപ്പോൾ ഇത് ലൂണാർ ഓർബിറ്റിലേക്ക് എന്നാണ് കടന്നത്? ഓഗസ്റ്റ് 5-നാണ്. അത് മനസ്സിലാക്കി വെക്കുക. ദ ഹിസ്റ്റോറിക് മൊമെന്റ് അൺഫോൾഡഡ് ദ ലാൻഡർ മെയ്ഡ് എ സക്സസ്ഫുൾ ടച്ച് ഡൗൺ നിയർ ദ ലൂണാർ സൗത്ത് പോൾ ഓൺ ഓഗസ്റ്റ് 23, 2023. ഓക്കെ, അത് ഹിസ്റ്റോറിക്കൽ മാർക്കായിരുന്നു. പിന്നെ ചന്ദ്രയാൻ 2-നെ പറ്റി കൂടെ മനസ്സിലാക്കുക. ചന്ദ്രയാൻ 2 fostered the finding of Chandrayaan 1 as reported by ISRO. The mission targeted the south polar region of moon which was completely unexplored. The mission focused on the extensive mapping of lunar surface for studying variation in its composition and tracing moon's origin and evolution. അതൊരു ഫ്ലോപ്പ് ആയിരുന്നു അല്ലേ? Chandrayaan 2 was considered as a challenging mission as the south polar region of the moon was totally unexplored by any agency before. ഒരു ഏജൻസിയും അത് ലോഞ്ച് ചെയ്തിട്ടില്ല സൗത്ത് പോളിലേക്ക്, അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവത്തിലേക്ക്, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലേക്ക് എത്താത്തത് കാരണം അതൊരു ചലഞ്ചിങ് ആയിരുന്നു ആക്ച്വലി. അപ്പം ചന്ദ്രയാൻ 2-നെ പറ്റി ചോദ്യം വന്നു. അത് കാരണമാണ് ഞാൻ 3-നെ പറ്റി പറഞ്ഞിട്ടും 2-നെ പറ്റി ഞാനൊന്ന് മെൻഷൻ ചെയ്തത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ 3 കമ്പണൻസ്. ചന്ദ്രയാൻ 2-ന്റെ കമ്പണന്റ് എന്ന് പറയുമ്പോൾ S200 സോളിഡ് റോക്കറ്റ് ബൂസ്റ്റർ, L110 ലിക്വിഡ് സ്റ്റേജ്, C25 അപ്പർ സ്റ്റേജ്. ഈ 3 സ്റ്റേജസ് ആണുള്ളത്. അപ്പം 3 മൊഡ്യൂൾസ് ഉണ്ട്. എന്തെല്ലാമാണ്? ലൂണാർ ഓർബിറ്റ്, വിക്രം ലാൻഡർ, പിന്നെ അതുപോലെ തന്നെ പ്രഗ്യാൻ റോവർ. അങ്ങനെ 3 പ്രധാനപ്പെട്ട മൊഡ്യൂളുകളാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പം ചന്ദ്രയാൻ 2-ഉം 3-യും ഒരുമിച്ച് തന്നെ മനസ്സിലാക്കിയേക്കുക. ഓക്കെ, ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് 3rd ലൂണാർ മിഷൻ ആണ്. സെക്കൻഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഫ്ലോപ്പ് ആയതിന് പ്രകാരം 3rd അറ്റംപ്റ്റ് വന്നു. അത് സക്സസ്ഫുൾ ആയി. ജൂലൈ 14 വിക്ഷേപിച്ചു. ഓഗസ്റ്റ് 5 അത് 2023 അത് ലോഞ്ച് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കിയേക്കുക. എൻറ്റേർഡ് ദ ലൂണാർ ഓർബിറ്റ് എന്നുള്ളത് മനസ്സിലാക്കിയേക്കുക. സക്സസ്ഫുൾ ആയിരുന്നു. 3 ഓർബിറ്റ് ആണുള്ളത്. ഡെമോൺസ്ട്രേറ്റ് സേഫ് ആൻഡ് സോഫ്റ്റ് ലാൻഡിംഗ് ഓൺ ദ ലൂണാർ സർഫസ്, to demonstrate rover roving over the moon and to conduct in situ experiments. Internal experiments ഒക്കെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്.
ഓക്കെ, പിന്നെ ചന്ദ്രയാൻ 2ന്റെ കാര്യമാണ് സൗത്ത് പോളാർ റീജിയനെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 3 കമ്പണൻസ് ആണുള്ളത്. S200, L110, C25. ഓക്കെ, സോളിഡ് റോക്കറ്റ് ബൂസ്റ്റർ, ലിക്വിഡ് സ്റ്റേജ്, അപ്പർ സ്റ്റേജ്, അങ്ങനെ 3 സ്റ്റേജുകളാണുള്ളതെന്ന് മനസ്സിലാക്കിയേക്കുക. പിന്നെ അതുപോലെ തന്നെ 3 മൊഡ്യൂൾസ് ആണ്, ലൂണാർ ഓർബിറ്റ്, വിക്രം ലാൻഡർ, പ്രഗ്യാൻ റോവർ, അങ്ങനെ 3 ഓർബിറ്റുകൾ അല്ല മൊഡ്യൂളുകൾ. ഓക്കെ, ഇനി അടുത്ത സ്റ്റിപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. STIP is the collective aspiration to ensure that we get the benefit of our national investment in science and technology. It's a comprehensive policy framework that the guide and promote the investment in science and technology. അതായത് സ്റ്റിപ്പ് എന്ന് പറയുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പോളിസി എന്നാണ്. സ്റ്റിപ്പ് 2020 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ആസ്പിറേഷൻ ടു എൻഷുർ ദാറ്റ് വി ഗെറ്റ് ദ ബെനിഫിറ്റ് ഓഫ് അവർ നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നല്ല ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിൽ എന്നുള്ളത്, നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിൽ കൊടുക്കുന്നുണ്ടെന്നുള്ളത് ആ ഒരു പോളിസിയാണ്. ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് പോളിസി ഫ്രെയിംവർക്ക് ദ ഗൈഡ് ആൻഡ് പ്രൊമോട്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. Now, it will be guided by the following board vision: Atmanirbhar Bharat, to achieve technological self-reliance and position India among the top 3 specific superpower in the decade to come. പിന്നെ human capital to attract, nurture, strengthen and retain the ക്രിട്ടിക്കൽ, അതായത് മനുഷ്യരുടെ പ്രധാനപ്പെട്ട എന്താ പറയുക ഹ്യൂമൻ ക്യാപിറ്റലിനെ അട്രാക്ട് ചെയ്യാൻ, നർച്ചർ ചെയ്യാൻ, സ്ട്രെങ്തൻ ചെയ്യാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സ്റ്റിപ്പ് എന്തിനാണ് എന്നുള്ളതാണ് പറയുന്നത്. STIP എന്ന് പറയുന്നത് വിൽ ബി ഗൈഡഡ് ബൈ ദ ഫോളോയിങ് ബോർഡ് വിഷൻ. ഓക്കെ, ആ ഒരു വിഷൻ ഉള്ളത് കാരണം ഈ STIP എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ ഇൻവെസ്റ്റ്മെന്റിനും നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ കിട്ടുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്താൻ. എന്തിനാണ്? ആത്മനിർഭർ ഭാരത് ഉണ്ട്. എന്താണ്? ടു അച്ചീവ് ടെക്നോളജിക്കൽ സെൽഫ് റിലയൻസ് ആൻഡ് പൊസിഷൻ ഇന്ത്യ എമംഗ് ദ ടോപ്പ് 3 സയന്റിഫിക് സൂപ്പർ പവർ ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് ആത്മനിർഭർ ഭാരതിന്റെ പ്രധാന ലക്ഷ്യം അല്ലേ. ടോപ്പ് 3 ആയിട്ടുള്ളൊരു സൂപ്പർ പവർ ആയിട്ട് ഇന്ത്യയെ മാറ്റുക എന്നുള്ളത്. പിന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ ടു അട്രാക്ട്, നർച്ചർ, സ്ട്രെങ്തൻ ആൻഡ് റീറ്റെയിൻ ക്രിട്ടിക്കൽ ഹ്യൂമൻ ക്യാപിറ്റൽ ത്രൂ എ പീപ്പിൾ സെൻട്രിക് സയൻസ് ആൻഡ് ടെക്നോളജി എക്കോസിസ്റ്റം. രണ്ടാമത്തെ പോയിന്റ്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ടു ഡബിൾ ദ നമ്പർ ഓഫ് ഫുൾ ടൈം ഇക്വലന്റ് റിസർച്ചർ, ഗ്രോസ് ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, globally competitive to build individual and institutional excellence with the STI with the aspiration to achieve highest level of global recognition and award in the coming decade. നമ്മുടെ എന്താ പറയുക ഈ ഒരു സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിൽ അവാർഡ് കിട്ടുക, ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഈ ഒരു മേഖലയിൽ എന്താ നമ്മളുടെ രാജ്യത്തിന് കൂടുതൽ ഉന്നമനം ലഭിക്കുക, അതെല്ലാം ഉദ്ദേശം വെച്ചിട്ടാണ് ഈ സ്റ്റിപ്പ് എന്ന് പറയുന്ന പോളിസി വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയേക്കുക. ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എർത്തിന്റെ സർഫസിലെ ടെമ്പറേച്ചർ ഗ്രാജുവലായിട്ട് റൈസ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇത് കൂടുന്നതായിട്ട് 2 സെഞ്ചുറികളായിട്ട് നമ്മളിപ്പം നോട്ട് ചെയ്ത് വരുന്നുണ്ട്. ദിസ് ചേഞ്ച് ഹാസ് ബീൻ ഡിസ്ട്രിബ്യൂട്ടഡ് ദ ക്ലൈമറ്റിക് പാറ്റേൺ ഓഫ് ദ എർത്ത്. However, the concept of global warming is quite controversial, but the scientists have provided relevant data in support of the fact that temperature of the earth is rising constantly. Okay, there are several causes of global warming which have negative effect on human, plant and animal. These causes may be natural or might be outcome of human activity. In order to അത് മനുഷ്യന്റെ ഇഷ്യൂസ് തന്നെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ഇഷ്യൂവിന് കാരണമെന്ന് പറയുന്നുണ്ട്. In order to curb the issues, it is very important to tackle the understand the negative ഇമ്പാക്ട് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. അപ്പൊ നമ്മളിൽ തന്നെ ഒരു ബോധവൽക്കരണം ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസിനെ പറ്റിയിട്ടും ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇൻ സിമ്പിൾ ടേം, ഗ്യാസസ് ദാറ്റ് ട്രാപ്പ് ഹീറ്റ് in the Earth's atmosphere are known as greenhouse gases, abbreviated as GHG. They contribute the greenhouse effect, gas effect, which the resultant of heating effect. Okay, greenhouse effect explanation എന്ന് പറഞ്ഞാൽ the greenhouse or glass house is a closed glass structure in which plants are grown in regulated climatic condition. In such a structure, the solar radiation passes through the glass and is absorbed by the floor, earth and other contents inside. Okay, they in turn become warmer and re-radiate the energy as infrared radiation, which is of longer wavelength. This radiation cannot escape from the glass. അപ്പോൾ ആ ഒരു ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താണെന്നാണ്, ഒരു ഗ്ലാസ് ഹൗസ് ആണെന്നാണ് പറയുന്നത്. അതായത് ശൈത്യ രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ മഞ്ഞുകാലം രാജ്യങ്ങളിലൊക്കെ നമ്മുടെ ചെടികൾക്കും മരങ്ങൾക്കും ഒക്കെ ചൂട് കിട്ടണം അല്ലേ. അപ്പോൾ ഈ ചെടികളെ കിളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസിനുള്ളിലേക്ക് ഈ ഒരു ചെടികളെ വളർത്തുന്നു. ഓക്കെ, ഇൻ എ സ്ട്രക്ചർ ദ സോളാർ റേഡിയേഷൻ പാസസ് ഇൻസൈഡ് ദ
glass through the glass and is absorbed by the floor, earth and other content inside. Okay, they in turn become warmer and re-radiate the energy as infrared radiation, which is of longer wavelength. This radiation cannot escape from the glass, since glass cannot transmit infrared radiation. അപ്പോൾ ഈ ഒരു radiation cannot escape from the glass. This radiation cannot escape from the glass since ഇതിനകത്ത് infrared radiation തിരിച്ച് പോകത്തില്ല. അത് കാരണം അത് കിട്ടി അതിനകത്ത് തന്നെ നിൽക്കും. ഓക്കെ, അതായത് ഈ ഒരു ഗ്ലാസിനുള്ളിൽ ഭയങ്കര ചൂടാവുകയും ആൻഡ് ദ എനർജി ആസ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ എന്ന് പറയുന്നത് ലോങ്ങർ വേവ് ലെങ്തുമാണ്, തിരിച്ച് ഇത് എസ്കേപ്പ് ആയി പോകത്തില്ല. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് അതിനകത്ത് കൂടി ടെമ്പറേച്ചർ കൂടുന്നു. ഇതിനെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം പ്രക്രിയ തന്നെയാണ് നമ്മുടെ ഗ്ലോബിൽ നടക്കുന്നത്, എർത്തിൽ നടക്കുന്നത് അല്ലേ. അതായത് ലോങ്ങർ വേവ് ലെങ്ത് വന്ന് ഷോർട്ടർ വേവ് ലെങ്ത് വന്നിട്ട് തിരിച്ചു പോകാത്ത അവസ്ഥയാണ് അല്ലേ. പ്രൈമറി ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ്, ഓസോൺ ആണ്. Other greenhouse gas are carbon monoxide, fluorinated gas, chlorofluorocarbon, black carbon and brown carbon. Among the greenhouse gases, only water vapor can absorb both incoming UV and outgoing infrared radiation. Okay. Now, വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PSLV C52 EOS-04 മിഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എന്നാലും വീണ്ടും ചോദ്യം കണ്ടപ്പോൾ ഒന്നും കൂടി ഇട്ടതേ ഉള്ളൂ. PSLV C52 or EOS-04 mission, India's polar satellite launch vehicle PSLV C52 injected Earth's observation satellite EOS-04 into an intended sun synchronous polar orbit of 529 kilometer altitude. Okay, 6 hours ആണ്. On February 14 from the 6 മണിക്ക് ഫെബ്രുവരി 14 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചു എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഇസ് എ സൺ സിങ്ക്രണസ് പോളാർ ഓർബിറ്റ് ഓഫ് 529 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡ്. അത്രയും ദൂരത്തിലുള്ള PSLV ലിഫ്റ്റഡ് ഓഫ് അറ്റ് 5:15. ഇത് ഞാൻ കറക്റ്റ് ഡയറക്റ്റ് ISRO ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളത്, അതായി കറക്റ്റ് ഡേറ്റ പറയുന്നത് കേട്ടോ. കൂടുതൽ ഫർദർ ഇതിനകത്തൊന്നും ഒരു പ്രശ്നവും സംഭവിക്കാതിരിക്കും. ദിസ് വാസ് 80th ലോഞ്ച് വെഹിക്കിൾ മിഷൻ ഫ്രം SDSC SHAR ശ്രീഹരിക്കോട്ട, 54th ഫ്ലൈറ്റ് ഓഫ് PSLV. കണ്ടോ, എല്ലാ ഡീറ്റെയിലും വന്നിട്ടുണ്ട്. 23rd ഫ്ലൈറ്റ് ഓഫ് PSLV ഇൻ എക്സൽ കോൺഫിഗറേഷൻ എന്നല്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ചേസ് 2. ചേസ് എന്ന് പറഞ്ഞാൽ ചന്ദ്രാസ് അറ്റ്മോസ്ഫിയറിക് കമ്പോസിഷൻ എക്സ്പ്ലോറർ 2 എക്സ്പെരിമെന്റ് അബ്രോഡ് ചന്ദ്രയാൻ 2 orbiter was aimed to study in situ the composition of lunar neutral exosphere in mass range of 1 to 300 AMU. CHASE was a neutral gas mass spectrometer. ഓക്കെ, അതെന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് അബ്രോഡ്. ഇറ്റ് ഇസ് ചന്ദ്രാസ് അറ്റ്മോസ്ഫിയറിക് കമ്പോസിഷൻ എക്സ്പ്ലോറർ 2 എന്ന് പറയുന്നത് എക്സ്പെരിമെന്റ് അബ്രോഡ് ചന്ദ്രയാൻ 2 ഓർബിറ്റർ വാസ് എയിം ടു സ്റ്റഡി ഇൻ സിറ്റു ദ കമ്പോസിഷൻ ഓഫ് ലൂണാർ ന്യൂട്രൽ എക്സോസ്ഫിയർ ഇൻ മാസ് റേഞ്ച് ഓഫ് 1 to 300 AMU. ഓക്കെ, with the CHASE 2 observations will address the spatial and temporal variations of the lunar exosphere and examine water vapor as well as heavier species in it. The observations have shown the first global distribution of argon-40, which is an important noble gas in the lunar exosphere. Okay, അപ്പോൾ ഈ CHASE 2 കൊണ്ട് ഇത് ഇനിയും ഉണ്ട് കുറേ ടോപ്പിക്ക്, പക്ഷേ ഏറ്റവും പ്രധാനം അർഹിക്കുന്ന പോയിന്റാണ് CHASE 2. പിന്നെ നേരത്തെ പറഞ്ഞ എന്താ പറയുക EOS-4 ഞാൻ ആദ്യമേ ഒരു നോട്ട് തന്നിട്ടുണ്ട്, അത് തന്നെ ധാരാളം നോക്കിയാൽ മതി. ഓക്കെ, മാക്സിമം യു ക്യാൻ റെഫർ ദാറ്റ് ടു ആസ് വെൽ. അപ്പം ഇത്രയും കാര്യങ്ങളും നോട്ട് ചെയ്യുക. അപ്പം ഞാൻ 6th പോയിന്റ് തൊട്ടിട്ട് ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിടാം. EOS-06 കണ്ടോ, 5 വരെ നമ്മൾ റിവൈസ് ചെയ്തതാണ്. 6ാമത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമേജിങ് ദ എൻറ്റയർ കൺട്രി 4 to 5 times എവറി ഡേ. അതാണ് EOS-03യുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് GSLV റോക്കറ്റ് വാസ് റൈഡിങ് ഓൺ എ GSLV റോക്കറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ എന്താ ജിയോസിങ്ക്രണസ് സാറ്റലൈറ്റ് ജിയോസിങ്ക്രണസ് ഓർബിറ്റിലേക്കാണ് ഇത് കടത്തിവിടുന്നത്. 36,000 കിലോമീറ്റർ ഫ്രം ദ എർത്ത് സർഫസ് ഉള്ളതാണ് ജിയോ സ്റ്റേഷണറി ഓർബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, an object in this orbit will appear stationary relative to the rotating earth. പിന്നെ DRDO എന്ന് പറഞ്ഞാൽ 1958 രൂപീകൃതമായതാണ് അണ്ടർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. 3 സംഭവങ്ങളുടെ സംയോജനമാണ് DRDO എന്ന് പറയുന്നത്. ഡിഫൻസ് സയൻസ് ഓർഗനൈസേഷൻ, ഡിഫൻസ് ടെക്നിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെന്റ് പ്രൊഡക്ഷൻ. ഓക്കെ, പിന്നെ പ്രോജക്ട് ഇൻഡിഗോ വാസ് എ ഫസ്റ്റ് മേജർ ഡിഫൻസ് പ്രോജക്ട് with a project in 1960 on surface to air missile. Okay, this project is discontinued without any success.
ഇന്ത്യ സയൻസ് കോൺഗ്രസ് എന്ന് പറയുന്ന 1914 ഇന്ത്യൻ സയൻസ് മേള എന്നൊക്കെ പറയത്തില്ലേ, അതായത് സയൻറ്റിസ്റ്റുമാർ, ടീച്ചർമാർ ഫ്രം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് വെൽ ആസ് എന്താ പറയുക യൂണിവേഴ്സിറ്റീസ്, കോളേജസ് എല്ലാം തന്നെ ക്ഷണിക്കും അല്ലെ. ഓക്കെ, എന്നിട്ട് അവർ കുറേ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഡിസ്കഷൻ, പുതിയ ഇന്നോവേഷൻസ്, പ്ലാന്, കാര്യങ്ങളെല്ലാം 1914 ഇത് രൂപീകൃതമായത്. ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് അസോസിയേഷൻ ആണ് ഇതിൻ്റെ ഓർഗനൈസർ ആൻഡ് ഓൾസോ സപ്പോർട്ട് അവിടെയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, പിന്നെ ഡാവിൻസി പ്ലസ്, നാസ, വിനസ്, ഇത്രയും ഓർക്കുക. 2 പെയർ മിഷനാണ്. വെറിറ്റാസ്, VERITAS ആൻഡ് ഡാവിൻസി പ്ലസ് ആണ്. അതിന്റെ ഫുൾ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താന്ന്. പിന്നെ വെറിറ്റാസ് എന്ന് പറയുന്നത് ജസ്റ്റ് എന്താ പറയുക, ജിയോളജിക്കൽ ഹിസ്റ്ററി, മാപ്പ് ദ പ്ലാനറ്റ് സർഫസ് ഫ്രം ഓർബിറ്റ് ടു ഹെൽപ്പ് ഡിറ്റർമൈൻ ദ ജിയോളജിക്കൽ ഹിസ്റ്ററി ആണ്. ഡാവിൻസി പ്ലസ് എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇറ്റ് വിൽ മെഷർ ദ കമ്പോസിഷൻ ഓഫ് ദ ഡെൻസ് ഹോട്ട് അറ്റ്മോസ്ഫിയർ ഓഫ് ദ വിനസ്. അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ, ഹൈ റെസൊല്യൂഷൻ പിക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഡാവിൻസി പ്ലസ് യൂസ് ചെയ്യുന്നത്. പിന്നെ GSAT-1 എന്താണെന്ന് പറയുന്നുണ്ട്. GSAT-1 3 ഫേസ് ഉണ്ട്. GSAT-1 എന്ന് പറയുന്നത് ജിയോ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ്. ഇറ്റ്സ് ആൻ എർത്ത് ഒബ്സർവേറ്ററി സാറ്റലൈറ്റ് ആണ്. പിന്നെ എന്താ പറയുക GSAT എന്ന് പറയുന്നത് ഫസ്റ്റ് 2 പ്ലാൻഡ് ഇന്ത്യൻ എർത്ത് ഓർബിറ്റ് സ്പേസ് ക്രാഫ്റ്റ് പ്ലേസ്ഡ് ഇൻ ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് അറൌണ്ട് 3600 കിലോമീറ്റർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ചന്ദ്രയാൻ 3യുടെ കാര്യം പറഞ്ഞു, ചന്ദ്രയാൻ 2ന്റെ കാര്യം പറഞ്ഞു. ദാറ്റ്സ് ഓൾ ഇമ്പോർട്ടൻ്റ്, എല്ലാം നോക്കിയാൽ. പിന്നെ സ്റ്റിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു പോളിസിയാണ്, അതായത് നമ്മളുടെ നാഷണൽ ഇൻവെസ്റ്റ്മെന്റ്സ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു പോളിസിയാണ്. ഓക്കെ, കൃത്യമായിട്ട്, അതായത് that we get the benefit of our national investment in science and technology. Okay, that guide and promote the investment in science and technology. ഇതൊക്കെയാണ് സ്റ്റിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. കാരണം അതിന് കുറേ ബോർഡ് വിഷൻസ് ഉണ്ട്. ആത്മനിർഭർ ഭാരത്. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യയെ ഒരു സൂപ്പർ പവർ ആക്കി മാറ്റുക എന്നുള്ളതാണ് ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നത് അല്ലേ. 3 സയന്റിഫിക് സൂപ്പർ പവറിൽ ഒന്നാക്കുക. പിന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ, അതുപോലെ ഇൻവെസ്റ്റ്മെന്റ്, ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഇന്ത്യൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിൽ ഇന്ത്യയിൽ ഒരു സ്ഥാനം, അതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നെ ഗ്ലോബൽ വാർമിംഗ്, നമ്മുടെ ഭൂമി ചൂടാവുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്താണ്, പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്താണെന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ്, ഓസോൺ. വാട്ടർ വേപ്പർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. വാട്ടർ വേപ്പർ തെറ്റിക്കാൻ സാധ്യതയുണ്ട് മിക്ക ആളുകളും. ഓക്കെ, ഒരു 5 1 2 3 4 5 എന്ന് വന്നിട്ട് ഇതിനകത്ത് ഉള്ളത് ഇല്ലാത്തത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. ഓക്കെ, അതർ ഗ്യാസസ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്താണ്, കാർബൺ മോണോക്സൈഡ്, ഫ്ലൂറിനേറ്റഡ് ഗ്യാസസ്, ക്ലോറോഫ്ലൂറോ കാർബൺ, ബ്ലാക്ക് കാർബൺ, അല്ലെങ്കിൽ സൂട്ട്, ബ്രൗൺ കാർബൺ, ഇതെല്ലാം തന്നെയാണ്. വാട്ടർ വേപ്പർ മാത്രമാണ് ക്യാൻ അബ്സോർബ് ബോത്ത് ഇൻകമിങ് UV ഔട്ട് ഗോയിങ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ. ഇൻകമിങ് UVയും ഔട്ട് ഗോയിങ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഏതാണ്, വാട്ടർ വേപ്പർ. അപ്പോൾ വാട്ടർ വേപ്പർ ഇച്ചിരി പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ നേരത്തെ PSLV EOS 04. പിന്നെ ചേസ് 2, ചന്ദ്രാസ് അറ്റ്മോസ്ഫിയറിക് കമ്പോസിഷൻ എക്സ്പ്ലോറർ. ഓക്കെ, എയിം ടു സ്റ്റഡി ഇൻസിറ്റു ദ കമ്പോസിഷൻ ഓഫ് ലൂണാർ, അതായത് ചന്ദ്രഭാഗങ്ങളെല്ലാം പഠിക്കാനായിട്ടുള്ള ഒരു സംഭവമാണ് ചേസ് 2 എന്ന് പറയുന്നത്. സോ ഫ്രണ്ട്സ്, ഐ ഹോപ്പ് യു എൻജോയ് ടുഡേയ്സ് സെഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ഇന്നത്തെ സെഷൻ അത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു സെഷനാണ്. സ്കിപ്പ് ചെയ്യാതെ കാണുക, റിപ്പീറ്റ് അടിച്ച് കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.